വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. എൻ്റെ സ്വരം കേൾക്കണേ എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. നമ്മൾ ഈ വചനത്തെ വിശ്വസിച്ച് ആ വചനം അതേപടി നമ്മളെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ കഴിയും മക്കളെ. നമ്മളെ ദിവ്യകാരുണ്യമായ അപ്പം അത് നമ്മളെ ശരീരത്തിൽ വരുമ്പം മാംസമായും ശരീരമായും ഒക്കെ നമുക്ക് നമ്മളെ ബുദ്ധിക്കും ശക്തിക്കും എല്ലാം നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം ദൈവം നമുക്ക് തര തന്നെ ചെയ്യും മക്കളെ. എൻ്റെ ചെല്ല മക്കളെല്ലാം അതുകൊണ്ട് സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. ഈ വചനത്തെ അനുസരിച്ച് നിങ്ങൾ സന്തോഷം, നല്ല ഒരു ഹൃദയം, ആരെയും നിങ്ങൾ ഒന്നും പറയാതെ ക്ഷമിക്കുവാനും സഹിക്കുവാനും, ആരെ ചവിട്ടി താഴ്ത്തണം ദൈവം അവരെയാണ് മക്കളെ നന്നാക്കുന്നത്. ആര് കണ്ണീരോടെ ഇരിക്കണം എൻ്റെ ചെല്ല മക്കളെ അവരെയാണ് ദൈവം ഉയർത്തുന്നത്. കണ്ണീരെല്ലാം തുടയ്ക്കാൻ ശക്തനായവൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് മാത്രമേ കഴിയൂ മക്കളെ. അമ്മ ഒരുപാട് കുഷ്ഠരോഗിയായിരുന്നു. അമ്മയുടെ പപ്പ ഭയങ്കര ഒരു കുടിയനായിരുന്നു. അമ്മയെ അടിക്കുമായിരുന്നു. പെമ്പിള്ളേരെന്ന് പറയുന്നത് ഒത്തിരി ഒരു വിലയില്ലാതെ ജീവിച്ച നമ്മളാണ് മക്കളെ. എന്നിട്ടും ദൈവത്തിന് ഇഷ്ടമാണ് മക്കളെ. അമ്മ ഒരുപാട് പ്രാവശ്യം മരിക്കണമെന്നൊക്കെ അമ്മയും വിചാരിച്ച ഒരമ്മയാണ്. മരിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി അമ്മയുടെ കൂടെ നടത്താൻ പറ്റുമോ? ഇല്ലായിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനെ പ്രവചിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് എന്നുള്ളൊരു കരയണ മക്കളും മരിക്കാനൊക്കെ അങ്ങനെ ചിന്തിക്കണ മക്കളുകളെല്ലാം ഒന്ന് ചിന്തിക്കണം. നമുക്ക് ഇനിയുണ്ട്. മരിക്കാൻ വിചാരിക്കണ മക്കളെ തലയിലാണ് ഒത്തിരി നല്ല അനുഗ്രഹങ്ങളുള്ളത് മക്കളെ. അതുകൊണ്ട് മരണം ഒരിക്കലും ഒരു പരിഹാരമല്ല. മരിക്കണ മക്കളൊന്നും മരിക്കരുത്. നമ്മളെ സ്വന്തം ജീവൻ നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാം. ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ മക്കളെ. കത്തോലിക്ക സഭയെ നമ്മളൊക്കെ അതൊക്കെ ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമാണ്. നമ്മൾ സ്വയം മരിക്കണത്, നമ്മളറിയാതെ ഒരു ആക്സിഡൻറ്റ്, ഒരാപത്ത് വന്ന് മരിക്കണത് അത് അത് ദൈവത്തിന് ഇഷ്ടം. അങ്ങനെ ഒരു ആപത്തിൽ കൂടെ നമ്മളെ കൊണ്ടുപോയാണ് ദൈവം. പക്ഷേ നമ്മൾ സ്വയം മരിക്കണത് അത് എപ്പോഴും തെറ്റാണ് മക്കളെ. ഒരിക്കലും നമ്മൾ സ്വയം മരിക്കാൻ പാടുള്ളതല്ല. എന്ത് കഷ്ടങ്ങൾ വരട്ടെ, എന്ത് വിഷമങ്ങൾ വരട്ടെ, എല്ലാം നമുക്ക് സഹിച്ച് പിടിച്ചു നിൽക്കേണ്ടിയുണ്ട്. എല്ലാവർക്കും കണ്ണീരെല്ലാം തുടച്ച് എൻ്റെ ചില ശക്തനായ ദൈവം ഉണ്ട് മക്കളെ. തേര് തെളിക്കാനുണ്ട്. അമ്മ എൻ്റെ മകനെന്ന് ഇവിടെ എഴുതി കൊടുത്ത എൻ്റെ യേശു, കടൽ തീരത്തെ യേശു, അത്ഭുതങ്ങൾ അവനാണ് എനിക്ക് അമ്മയ്ക്ക് പ്രവചിക്കാൻ കഴിവുണ്ടെന്ന് പറഞ്ഞ യേശുവിനെ തേടി അമ്മ പോയി. കടൽ തീരം എല്ലാം നടന്നു. എൻ്റെ മക്കളെല്ലാം കണ്ട സാക്ഷികളാണ്. അമ്മയ്ക്കിപ്പോൾ പേര് പറയാനൊന്നും പാടില്ല, അതുകൊണ്ടാണ് അമ്മ പേര് പറയാത്തത്. എൻ്റെ മകൻ ഞാൻ കണ്ടു. ഒരു വൈദികൻ്റെ പപ്പ മരിച്ചപ്പം ഇവിടെ നിന്ന് വണ്ടിയിൽ എല്ലാവരും യാത്ര പോയപ്പോൾ അമ്മയും പോയി. തിരുവനന്തപുരത്ത് ഇവിടെ നിന്നുള്ളവരെല്ലാം പോയി അത് കാണാൻ പോയപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിനെ അവിടെ കണ്ടു. അവന് ഞാൻ പ്രവചിച്ചതാണ്. വയറൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു, വണ്ണം കുറയണമെന്നൊക്കെ. അപ്പോൾ അതുപോലെ ഈ അമ്മ പറഞ്ഞതെല്ലാം അനുസരിച്ച് വണ്ണം കുറഞ്ഞു. ഒത്തിരി അമ്മയ്ക്ക് സന്തോഷമുണ്ട്. ആ യേശുവിനെ അവിടെ കണ്ടപ്പം അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ ആഗ്രഹം പോലെ അവൻ വണ്ണം എല്ലാം കുറഞ്ഞ് ഇപ്പോൾ ഒത്തിരി നല്ല ഒരിതായി. അവനിപ്പം വയറൊന്നും കൂടലില്ല, ഇപ്പോൾ ഒരുപാട് ഉണങ്ങി. ഒത്തിരി എക്സസൈസൊക്കെ ചെയ്തെന്ന് വെച്ചാൽ ചെയ്താലേ അങ്ങനെ ഉണങ്ങും. അത്രയ്ക്ക് ഭയങ്കര വണ്ണവും വയറും ഒക്കെ ആയിരുന്നു. അത് കുറ്റങ്ങൾ പറയണ കേട്ടപ്പോഴാണ് അമ്മ പ്രവചിക്കാൻ പറഞ്ഞു അമ്മയോട്. അമ്മ ആദ്യം പ്രവചിച്ചത് ആ ദൈവത്തിനായിരുന്നു. അപ്പോൾ ദൈവം വിളിച്ച് വഴക്ക് പറഞ്ഞു, ഇതെന്തിനു നീ ഇങ്ങനെയൊക്കെ? ഞാൻ പറഞ്ഞ് വണ്ണം കുറച്ചില്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിക്കില്ല. വണ്ണം കുറച്ചാൽ 100 വയസ്സ് വരെ ജീവിക്കാൻ പറ്റും. എക്സസൈസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഞാൻ എഴുതി അവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് പോയായിരുന്നു. വിളിച്ചെനിക്ക് നിറയെ വഴക്കാണ് എനിക്ക് അമ്മയ്ക്ക് തന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ എഴുത്തെഴുതി വെച്ചപ്പോൾ അമ്മയ്ക്ക് വിളിച്ച് വായിച്ച് കേട്ടിട്ട് വഴക്കാണ് പറഞ്ഞു. പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം പ്രവചിച്ചത് എൻ്റെ യേശുവിനെ തന്നെയായിരുന്നു അമ്മ. എൻ്റെ ചെല്ല മക്കളെ അതുപോലെയാണ്. വണ്ണം വെച്ചിരിക്കുന്ന മക്കൾ എക്സസൈസ് രാവിലെ ചെയ്യുക മക്കളെ. എക്സസൈസ് ചെയ്താൽ രോഗങ്ങളെല്ലാം മാറും. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കും. ഞാൻ ഇന്നലെ പിതാവിനെ വിളിച്ചിരുന്നു. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് മക്കളെ ഇന്ന് 12 ശിഷ്യന്മാർ. അപ്പം യേശുവിന് പ്രസംഗിക്കുവാൻ സഹായത്തിന് വേണ്ടി 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത ദിവസം ഇന്ന്. അപ്പോൾ ഇന്നലെ അമ്മ വിളിച്ചിരുന്നു. എന്തിന് പിതാവിനെ വിളിച്ചിരുന്നു. അമ്മ വിളിച്ചത് മാലാഖയെ കാവൽ നിൽക്കുക. അമ്മ യേശുവിൻ്റെ അമ്മയാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും കാവൽ നിൽക്കുവാൻ, പിടിച്ചു നിർത്തുവാൻ കരുതിയാണ് പിതാവിനെ ഇങ്ങോട്ട് ഗസവൻ തോട്ടത്തിലുള്ള അമ്മ വിളിച്ചത്. എൻ്റെ ചെല്ല മക്കളെല്ലാം അതുകൊണ്ട് വചനം അത് ഏറ്റവും ഭയങ്കര സത്യസന്ധമായ വചനം അത് നമ്മുടെ ഹൃദയത്തിലോട്ട് കൊണ്ടുവരിക മക്കളെ. എല്ലാവരും ദൈവത്തിൽ സ്നേഹിക്കുക, ദൈവത്തെ വിശ്വസിക്കുക. പിതാവിൻ്റെ സഹായം അമ്മരെ കൂടി തരണേ മക്കളെ. കരുണയുടെ സഹായം നോക്കിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് എല്ലാ മക്കൾക്കും തരാം മക്കളെ. എല്ലാവരും ഒരു മനുഷ്യജീവന് പോലും എല്ലാ മനുഷ്യജീവനും വിലയുണ്ട് മക്കളെ. എല്ലാവരെയും ദൈവം സ്നേഹിക്കണം മക്കളെ. എല്ലാവരും കുടുംബജീവിതമാണ് മക്കളെ വലുത്. അവരെ മക്കളിൽ കൂടി നമ്മളെ മക്കളിൽ കൂടി നമുക്ക് നല്ല വളർച്ചയുണ്ട്. മക്കളെ സ്നേഹിക്കാം മക്കളെ. നമ്മളെ കുടുംബത്തെ സ്നേഹിക്കാം. അപ്പോഴേ നമുക്ക് സ്നേഹം വരും. എന്തെങ്കിലും പറഞ്ഞാലൊക്കെ നമ്മളൊന്ന് ക്ഷമിക്കുമ്പം അവിടെ അനുഗ്രഹമേ ഉള്ളൂ മക്കളെ. നമ്മൾ ദേഷ്യമായിട്ട് നിന്നാൽ നമ്മളെ കുടുംബങ്ങളെല്ലാം തെറ്റും. നമുക്ക് സമാധാനമില്ല വരും, നമുക്ക് തലവേദന വരും, നമുക്ക് വേറെ രോഗങ്ങൾ വരും ടെൻഷൻ അടിച്ച്. എൻ്റെ ചെല്ല മക്കളെല്ലാം ഒന്ന് ക്ഷമിക്കുക. ക്ഷമിക്കുന്നിടത്തേ ദൈവം സ്നേഹമുള്ളൂ. മക്കളെ സ്നേഹിച്ച് കൊണ്ടുപോകാൻ മക്കളെ. എന്ത് തെറ്റ് ചെയ്താലും നമ്മളെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തെന്ന് പറയില്ല.
നമ്മൾ സ്നേഹിച്ച് കൊണ്ടുപോകാം. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം, നിങ്ങളെല്ലാം ഹാപ്പി. ഏത് ജോലിയും ചാടി ഉണർന്ന് ചെയ്യുമോ മക്കളെ? ഇപ്പം ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് പിന്നീട് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുക, ഉഷാറോടെ ചെയ്യുക മക്കളെ, ഒരു കുഴപ്പമില്ല മക്കളെ. ഏത് ജോലിയും ഒരു നാണക്കേടില്ല മക്കളെ. നിങ്ങളെല്ലാ ജോലിയും നിങ്ങൾക്ക് ചെയ്യാൻ മോഷണവും കള്ളത്തനവും ഇതൊന്നും പിന്നെ കഞ്ചാവ് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് സത്യസന്ധമായി ജോലി ചെയ്ത് എല്ലാ മക്കൾക്കും ജീവിക്കാം മക്കളെ. ജീവിച്ചാലേ നമുക്ക് സത്യസന്ധതയായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് കണ്ണീരോടെ കരയണ മക്കൾ, ദൈവം നിങ്ങളെ കൂടി ദൈവം ഉണ്ട് മക്കളെ. നിങ്ങളെ കണ്ണീര് തുടയ്ക്കാൻ, എൻ്റെ ചെല്ല മക്കളെ എല്ലാം അനുഗ്രഹിക്കാൻ ദൈവം കൂടെ ഉണ്ട് മക്കളെ. എൻ്റെ കല്ലിൽ തട്ടി പോകാതിരിക്കാൻ കാവലുണ്ട് മക്കളെ. ദൈവമാണ് കാക്കണത് മക്കളെ. കല്ലിൽ തട്ടാതിരിക്കുവാൻ ദൈവം കാക്കണം മക്കളെ. അത്രയ്ക്ക് ഭയങ്കര സ്നേഹമുള്ള ദൈവമാണ് മക്കളെ. ഈ ഗസമന്തോട്ടത്തിലും ഒക്കെ ഇരിക്കുന്ന വൈദ്യർ എല്ലാ മക്കളോടെയും ഭയങ്കര സ്നേഹമാണ് മക്കളെ. പക്ഷേ അമ്മയെ പോകുമ്പോൾ അവിടെ എന്തൊരു അമ്മയ്ക്ക് എന്നും കിട്ടണ വഴക്ക്, ഇന്നും അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ഒന്ന് പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ടാ പോയി. ആ വഴക്കായിരിക്കും കിട്ടുന്നത്, അതുകൊണ്ട് ഓടിത്തളിക്കാതെ. അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പം അതാണ് സ്നേഹം എന്ന് വെച്ചാൽ അവിടെ വേറെ ആൾക്കാർ നിൽക്കണം. അപ്പോൾ ഒത്തിരി സമയം എടുക്കും അമ്മയ്ക്കും വരാം. അമ്മയുടെ മോനും 8 മണിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അമ്മയ്ക്കൊന്നും സംസാരിക്കാനൊന്നും സമയമില്ല. എൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ വഴക്ക് കേൾക്കാൻ പോയി നിൽക്കേണ്ട ആവശ്യമില്ലെന്നുകൊണ്ട് ഓടിത്തള്ളി കളഞ്ഞു. അതുകൊണ്ട് അങ്ങനെയാണ് മക്കളെ സ്നേഹം. ദൈവം ഇവിടെ ഇരിക്കുന്ന ഗസമന്തം ഓടിക്കുന്ന എല്ലാ മക്കളോടെയും സ്നേഹമാണ്. എന്നുവെച്ചാൽ എന്നെ വഴക്ക് പറഞ്ഞിട്ടായാലും പിശാചിനെ ഓടിക്കണൊക്കെ എൻ്റെ തലയിൽ കൂടെയാണ്. പറഞ്ഞിട്ട് ഓടിച്ചാൽ അമ്മ പേടിക്കത്തില്ല, ഇത് പറയാതെ ഓടിക്കുക. എൻ്റെ തലയിൽ കൂടെയാണ് പിശാചിനെയൊക്കെ ഓടിച്ചുകൊണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ്. എന്നെ പറഞ്ഞിട്ടായാലും ബാക്കിയുള്ളവരെ സ്നേഹിക്കണ കാണുമ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട് മക്കളെ. ദൈവം എല്ലാവർക്കും സ്നേഹമുള്ള ഒരു ദൈവമാണ് മക്കളെ. അതുപോലെയാണ് ദൈവം നമ്മൾ സ്നേഹിച്ച നമ്മളെയും ദൈവം ഒത്തിരി സ്നേഹിക്കും. വചനമായ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം മക്കളെ. എൻ്റെ ചെല്ല മക്കൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ചെല്ല മക്കളുകൾ 100 വയസ്സ് വരെ നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണം മക്കളെ. എക്സസൈസ് മക്കളെ നിങ്ങൾ ചെയ്യുവിൻ മക്കളെ, മടിക്കാതെ ചെയ്യുവിൻ. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കുവിൻ. നിങ്ങൾ അനുഗ്രഹമുള്ള മക്കളായി തീരും. ഈ അമ്മയാണ് പറയണത്. മരണത്തിൻ്റെ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ ആ ചിന്തയെല്ലാം വിടുവിൻ. മരിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് ദൈവം ഇട്ട ഉയിര് ദൈവം എടുക്കുമ്പോഴേ നമ്മളെ കണ്ണീര് കരഞ്ഞറിഞ്ഞിരിക്കണം. നമുക്കൊരു അനുഗ്രഹമുണ്ട്, അത് നമുക്ക് നേടി നമ്മൾ ജീവനോടെ ഇരുന്നാലേ ദൈവത്തിന് അത് സാധിക്കാൻ പറ്റുകയുള്ളൂ. ആ അനുഗ്രഹങ്ങളൊക്കെ തരാൻ പറ്റുള്ളൂ. അമ്മക്ക് തന്നതുപോലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ കഴിവിൽ കൂടിയുള്ള ഇതുണ്ട്. എൻ്റെ ചെല്ല മക്കളെല്ലാം അതുകൊണ്ട് ക്ഷമിക്കുക മക്കളെ. ക്ഷമിച്ച് സന്തോഷിച്ച് നിങ്ങളുടെ കുടുംബമായ ജീവിതത്തിനെ നിങ്ങൾ സന്തോഷമായി ഭർത്താവിനെ സ്നേഹിക്കുക മക്കളെ. എന്തൊരു പറഞ്ഞാലും നിങ്ങൾ ക്ഷമിക്കുക. ഭാര്യ പറയണമെന്ന് ക്ഷമിക്കുക. ക്ഷമിക്കുമ്പോഴേ ആ കുടുംബജീവിതം സന്തോഷമായിട്ട് പോവുകയുള്ളൂ. എൻ്റെ ചെല്ല മക്കൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ കൊണ്ട് അമ്മ വയ്ക്കുകയാണ്.